ഇന്ന് എന്നെ കാണാൻ വരുന്നവരെ ചില്ലറക്കാരല്ല കൊമ്പം കാട്ടുന്ന വരുന്നത്. എന്റെ പൊട്ടത്തരം പറഞ്ഞ് ഞാൻ കല്യാണം മുടക്കാൻ നിൽക്കണ്ട. ഞാനാ മുടക്കിയത്, നിങ്ങളെ മുടക്കിയത്. ഞാൻ പഠിച്ചത് MBA ആണ്. തോൽപ്പറപ്പിച്ചാൽ തിന്നാൻ കൊടുത്ത മുഴുവൻ ഇവിടെ തന്നെ ഒഴിവാക്കി പോയിക്കേ. IMI കുട്ടികളുടെ ബോംബിടാ നിങ്ങളെന്താ ആൾക്കാരോടൊക്കെ പറഞ്ഞ MDMA അങ്ങനെ മുടങ്ങിയിരിക്കുക. ആ ഒരു വരുന്നുണ്ട്. ആ വേഗം കേറി. 10 മിനിറ്റ്. ഹലോ. നമ്പർ കൊടുക്കേ. ആരാണ്ട്? PWD കോൺട്രാക്ടർ ബൈജോ. പോകുമ്പോ എന്താ ശരിയാക്ക? ഇത് കൊണ്ടേടാ. അതന്നെ ഞാൻ പറഞ്ഞത്. മണിമിലിറ്റി ഞാൻ ഊരണ്ടാന്നാണ്. ഇത് കൊണ്ടുപോ. ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം ചേർച്ചയായിട്ട് എനിക്ക് പുത്തരി ഇതൊരു പെണ്ണ് കാണലല്ല, ആണ് കാണലാണ്. ഇത് എങ്ങനെയാ നടന്നിട്ടാ മതിയല്ലോ. നിങ്ങൾ ഈ മാറാപ്പെടുത്തി എന്നാ തന്നെ എന്റെ കല്യാണം ശരിയാവും. അതാ ബർക്കത്ത് പോയി. എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? നമ്മളെ പേരിൽ ഞാൻ പരിപാടി വെക്കാൻ നിർത്തി കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഒരു ദിവസം എല്ലാം കൂടി ഞാൻ തൂത്തുവാരും. തന്റെ അലക്കിത് വരെ തീർന്നില്ലടോ? തീർന്നേ. കുത്തി കൊല്ല മാലാക്കി കൗത്തിലിടും. കണ്ടത്രണ്ട് പോരാ, എന്നാലും കുഴപ്പമില്ല. ചെമ്പനും കൊമ്പനും കൂടെ കണക്ഷൻ ഉണ്ടാക്കണം. അങ്ങനെയാണ് ചെമ്പോത്തുണ്ടാക്കുന്നത്. മോട്ടി പോന്ന ഞാൻ എന്നോട് പറഞ്ഞതല്ലേ 10% കുറഞ്ഞ ഒരു കളിയില്ല. ഇനി ഫോണൊക്കെ നോക്ക്. ഞാനൊരു മരിച്ച വിട്ട് പോവാ. ശരി, ആര് വിളിച്ചാലും. അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വക കേട്ടാൻ പറ്റൂല. കുഞ്ഞാപ്പോ എല്ലായിടത്തും മറ്റമാരായിക്കളല്ലോ. നീ വളപ്പിലെന്നത് കാണാൻ പാടില്ല. എന്താ കുഞ്ഞാപ്പോ അത്? ഞാൻ പോവൂല. എനിക്ക് ചോര വേണം, പണിക്ക ചോര വേണം. ഇവൻ എന്റെ അനന്തരവനാകൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മുടങ്ങി. ഏതേ ലവ് ബേർഡ്സ് കേറി ഇപ്പൊ കേറി ഇറക്കിയെന്ന് പറഞ്ഞു. വരി ഇയാൾക്കിട്ട് ഒരു ദിവസം ഞാൻ ഒരു അലക്കും. ഷട്ടം പാല് തേച്ചോ? തേച്ചേ. എന്റെ പറഞ്ഞ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട പെരട്ട് കളഞ്ഞോട്ട്. ഹലോ. നമ്പർ കുറച്ച് തിരക്കിലാണ്, ഒരു മരണ വീട്ടിലാണ്. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് വിളിച്ചോളാം. ഞങ്ങളെ പെരീത്തെ കാര്യം നോക്കണേ. കൊറേ നേരമായല്ലോ ഓൻ ആ പൊതിയിട്ട് നടക്കണു. കോന്റെ ചോറച്ച് കൊടുക്കണ്ടോ? നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോട്ട് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം നിങ്ങൾക്ക്. ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ ചെറുക്കൻ എന്താ ചെയ്യണു? ചെറുക്കൻ എന്തും ചെയ്യും. അങ്ങനെ തല്ലോ. എന്നാ ചെറുക്കനെ വിളിച്ചാലോ? വരുന്നു സാറേ. ബെഡ്ഷീറ്റ് പുതിയത് മാറ്റി വിരിച്ചോളൂ. വിരിച്ചു സാറേ. ഇയാൾക്ക് പായ കിടന്ന് മൂത്രമുള്ള സുഖമുണ്ട് പണ്ടാറക്കാലം. അല്ല ശിവു, ശരിക്കും ആരാ മരിച്ചേ? കാണാറാട്ടെ. മൂപ്പർക്ക് മോനുണ്ടോ? പ്രകാശല്ലേ കൽപ്പണിക്കാരെ. കൽപ്പണിക്കാരൻ പ്രാവശ്യം മൂപ്പര മോനാ എന്നാ പറയണ്ടേ? എത്ര നിക്കണവിടെ എത്തന്റെ തൊടു കിട്ടിച്ച് എന്തോ ഞാപ്പോ പമ്പൈസോ ഇന്റെ തൊടല്ലേ? ഞാനൊരു എന്താ ഒന്നുമില്ല. എന്താണ് അവിടെ ഒരു ബഹളം? ഒളിച്ചിക്കണില്ലേ? അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. അപ്പൊ പലിശ അതും വേണ്ട. അനങ്ങിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടുത്തെ പണി മുഴുവൻ നിന്റെ അപ്പനോടാ ചെയ്യണം. ഇയാളെന്താ പിച്ചയ്ക്കും പോണ്ട? ജിനു വെള്ളം കൊണ്ടേ. ഈ ഒരു കാര്യം ചെയ്യേണ്ടെന്ന് വെച്ചാല്, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രകാശനെ ആശ്വസിപ്പിക്കൂ. ഈ റീൽ എടുക്കണം. ഞാനല്ല മെമ്പർ എടുക്കല്. എനിക്കറിയാം. ഇത് അതുപോലെയല്ല, കുത്തനെടുക്കുക. ഞാൻ പറഞ്ഞു ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ കേക്കില്ല. അതുകൊണ്ട് അയ്യോ കൊറേ നേരമായി വിളിക്കണേ. ഇത് കാണിട്ട് ജിഞ്ചിക്കല്ലേ വന്നോ? എന്നിട്ട് 1 മിനിറ്റ് കൂടരുത്. കാരണം വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് പുറത്താണല്ല. പിന്നെ അതിൽ വേറൊരു കാര്യം കൊണ്ട് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാല്, അലയും കാറ്റിൻ ഹൃദയം. കുടിക്ക് വെള്ളം. ചമ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ വടുക്കടി പണിക്കും ഈ പെരന്റെ
ആ സാറോട് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, ഞാൻ ഈ സ്ത്രീയെ കണ്ടു. ഇയാളെന്താ പട്ടിയെ പോലെ നിന്ന് കിടക്കുന്നത്? പറയണ ഈ പാട്ട് വേണം കേറ്റാൻ. ആൾക്കാരെ കണ്ണ് നിറയട്ടോ. എന്നിട്ട് അതിൽ വാട്സപ്പ് സ്റ്റാറ്റസും പോട്ടെ, ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ചെയ്താല് ഇലക്ഷനൊക്കെ വരാൻ പോണത്. 10 വോട്ട് അധികം കിട്ടും. അഞ്ചുളിപ്പണിക്ക് ഒരാളാണ് എനിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ എന്റെ പെണ്ണിനെ ഞാൻ അത് പഠിപ്പിച്ചിട്ടില്ല. യെസ് കാര്യം പിന്നെ ചോറും കറി ഉണ്ടാക്കാന് വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട. ഹോട്ടലിൽ ഞാൻ എടുക്കുന്ന അന്നോട് ഞാൻ ഒഴിവാക്കാനല്ലേ പറഞ്ഞപ്പെടുന്നേ. അയൽവാസികളൊക്കെ പുറത്തേക്ക് ഇറക്കിക്കല്ലേ. മെമ്പറേ ഈ വീഡിയോ പാർത്താലേ നമ്മളെ പേജ് റീച്ച് ആവും, പിന്നെ പൈസ ഇട്ടാൻ തുടങ്ങും. ആണോ? എന്നാ വന്നാല് അറിയില്ല. യെസ് എക്സാക്ട്ലി. ജോലികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ സാറേ? ഇതെന്താ ഇത് പ്ലേറ്റ് അല്ലേ? ഇതിനകത്ത് തിന്നാനൊന്നും ഇല്ലെന്ന്. ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഞാൻ പിണ്ടാക്കി തരാം. എത്ര? ഞാൻ എന്നോട് ആ ഫർണസ് മിസിലിട്ട് കത്തിച്ചാലേ പറഞ്ഞേ. എന്നിട്ട് വേണം ഫംഗസ് മാതിരി പെട്ട ചുറ്റോറ് 4 മണക്കാരില്ല. അത് കൊടുത്ത് ഫിറ്റ് ചെയ്ത് അന്ന് ഇന്നോട് ആൻസർ പറഞ്ഞാണ്. എന്തൊക്കെയാ സുഖല്ലേ? ഇരിക്കി എന്തിട്ട് കത്തിച്ചാലും മണക്കൂലാണ്. എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്. അൻസാറാണ് വിളിച്ചേ. എവിടെട്ടാ സമാച്ചാരം എത്തവിടെ നോക്കിക്കോ. ഇങ്ങോട്ട് വരികയായി അതിനോട് കാര്യം ചോദിച്ചാണ്ട് തന്തിമേളും ഒക്കെ കൂടെ വന്ന ലോബേഴ്സ് ഇല്ലേ, അത് 10 തച്ചില്ല തോന്നുന്നു. ചെമ്പാ, എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. സുഖല്ലേ? സുഖം നമ്പറേ. ഇരിക്കി പ്രകാശ. പ്രകാശം ഉള്ളിലല്ലേ മെമ്പറേ? ഈ തിരക്ക് കൂട്ടലടോ മോനെ. പ്രകാശം ഉള്ളില്ലേ? ഉള്ളിൽ ഞാൻ കയറിയിട്ട് വരാം. ഇരിക്കി. കുടലെടുക്കാൻ പറയട്ടെ, അവിടെ ഇങ്ങോട്ട് വാ. എന്നോട് ഞാൻ അൻസാറ ഒന്നട വന്നാ ആ മിസിയിൽ എന്തൊക്കെ എന്തൊക്കെയാ മോളെ? സുഖല്ലേ? പ്രകാശ ഇരിക്കി. 5 പവന് മഹറുവാണ്. കൊമ്പ ഞങ്ങളുടെ തറവാട്ടുകാർ 10 പവനിൽ കുറഞ്ഞ് കൊടുത്തിട്ടേ ഇല്ല. എന്താ എന്താണ് ഉറപ്പിച്ചല്ലേ നമുക്ക്? ഉറപ്പിച്ചായിട്ട് കത്തിച്ചാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞു കൊടുത്താൽ കാണിച്ചു തരാം. ഇതിക്ക് പമ്പേസിട്ടൂടെ? പിന്നെ കൊന്നിട്ട് അതിക്ക് കാണിക്കൂ. കണ്ടജി നമ്മളെ വീട്ടിലുള്ള പ്രകാശ സുഖല്ലേ? അച്ഛൻ മരിച്ചൊരു ചെറിയ വിഷമമുണ്ട്. ഉണ്ടാവും പ്രകാശ. ഇമ്പളെല്ലാരും ജനിച്ചു പോയില്ലേ? കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരു ഡിമാൻഡ് കൂടി ഉണ്ട്. അത് സബീല് പറഞ്ഞോ? സ്വർണ്ണം എടുക്കണമെങ്കിൽ SS ഗോൾഡ് എടുക്കണം. അവിടെയാണെങ്കിൽ കുറെ കളക്ഷൻസ് ഉണ്ട്. ലൈറ്റ് വെയിറ്റിൽ ഞാൻ കുറച്ചെണ്ണം നോക്കി. ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയ തുണികള് കാര്യങ്ങളും ഒക്കെ തീക്ക് കൊടുത്തിടാ. എന്തും കത്തിച്ച് നാസാകാം. അത് അതിന്റെ തുണിയല്ലേ? കരിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത തുണി എടുക്കേ. ആണെങ്കിൽ ഒരിക്കലും മരണത്തിന് കീഴടങ്ങിയേ പറ്റുള്ളൂ പ്രകാശ. കണാരേട്ടന്റെ കാര്യത്തില് കുറച്ച് നേരത്തെ ആയിപ്പോയി. നേരത്തെയോ? അച്ഛൻ 99 വയസ്സായിട്ടാ പോയത്. അവിടുന്ന് എടുത്തോളി. SS ഗോൾഡിനെ പറ്റി ജിന്നോട് പറഞ്ഞാറുണ്ട. എന്റെ 4 പെൺകുട്ടികളുടെയും സ്വർണ്ണം അവിടെ നിർത്തിട്ടാണ് കല്യാണം കഴിച്ചത്. ചെമ്പ ഓള് പറഞ്ഞ ഡിമാൻഡിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോടെ ഉറപ്പിച്ച. അപ്പൊ കല്യാണം ഉറപ്പിച്ചു. ബിരിയാണി വിളമ്പിയോളെ. 5 കൊല്ലായിട്ട് ഇവിടെ കിടപ്പേര്. നിങ്ങളാരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. വന്നില്ലെങ്കിലും എല്ലാ വിവരങ്ങളും മെമ്പർ ദിനേശൻ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട് പ്രകാശ. കല്യാണം ഉറപ്പിച്ച ഞാനല്ലേ പോരെ. ചെങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് SS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട മോളെ. മനോജേ എടുത്തു വാ. ഒരു കൊല്ലുംപാട. ഇത് ഇഗ്നസിന്റെ ഫർണസ് ആണ്. നമുക്ക് ഇതിനകത്ത് എന്ത് വേസ്റ്റ്, വീട്ടിലെ ഹരിതകർമ്മ സേന ഉണ്ടാകാത്ത ഏത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും. ഇതിൽ ഇവര് പറയണത് എന്താണോ? ഉണക്കമുളക് ടച്ച് വെച്ച് പോവാണെങ്കിലേ സെഞ്ചുറി അടിക്കണില്ലേ? ഇതെന്താ ക്രിക്കറ്റോ? അച്ഛൻ ഇന്നലെ രാവിലെ 6 മണിക്കാ മരിച്ചേ. ഇട്ട് കഴിഞ്ഞാല് സ്മെല്ല് പുറത്ത് കരുവില്ലാന്നാണ്. അത് നോക്കല്ല നമുക്ക്. അങ്ങനെ സംബോധന ഇല്ല കേട്ടോ. കണ്ടോ മുടി വരെ. വൈകുന്നേരം 5 മണിക്ക് മാനാരി ശ്മശാനത്തിൽ അടക്കും ചെയ്തു. അറിയാ. പക്ഷെ ഇന്നലേക്ക് 4 മീറ്റിംഗ് 3 മരണം ഒക്കെ കൂടെ കഴിഞ്ഞ് നമുക്ക് കത്തിച്ച മണം വരൂല. നമ്മൾ ആ മുളകും മുടിയൊക്കെ ഇതിക്കിടാൻ കാരണം എന്താണോ? ഇതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രല്ല ഇതിക്ക് പച്ച സാധനം. രാത്രി 12 മണിയായിടോ. എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടേ? ഇത് നമ്മളെ കണാരേട്ടന്റെ വീടല്ലേ? എന്റെ വാർഡല്ലേ? ഇലക്ഷൻ അല്ലേ വരുന്നത്? ഇത് പേടിയൊക്കെ ഉണ്ട്. ഇത്